ഈ ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ NGOക്കാർ വേറെയാണ് വോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അത് തരരുത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിലായിരുന്നു ജി സുധാകരന്റെ തുറന്നു പറച്ചിൽ. വലിയ വിവാദമായതോടെ 24 മണിക്കൂറിനകം തിരുത്തി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഇല്ലാത്ത ഒരു കാര്യം, അസംഭാവ്യമായ ഒരു കാര്യം ചിലരങ്ങനെ ചെയ്യുന്നു എന്ന് പ്രചാരവേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാൻ ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും ജനപ്രാതിനിധ്യ നിയമത്തിലെയും ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റും മറ്റും രേഖകളും ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് പോലീസ് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ രേഖകൾ പിറ്റേ വർഷം തന്നെ തീയിട്ടു നശിപ്പിച്ചെന്നും അതാണ് രീതിയെന്നുമാണ് മറുപടി ലഭിച്ചത്. തുടർന്ന് അന്വേഷണ സംഘം അന്ന് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചിലരെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തെങ്കിലും കേസിന് അനുകൂലമായ ഒന്നും ലഭിച്ചില്ല. പിന്നാലെയാണ് തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നടപടികൾ അവസാനിപ്പിക്കാൻ കോടതിയെ സമീപിക്കും. പരസ്യമായി പറയുന്നില്ലെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് അനാവശ്യ ധൃതി കാട്ടിയെന്ന അഭിപ്രായം ജി സുധാകരനുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.